translation process. The information contained in the nucleotide sequence of the mRNA is decoded by using specific machineries to transfer the information into the language of amino acids and later into proteins. This process can be called as translation. For the process of translation, we require the help of many proteins, also different RNAs. In this session, we will be detailing about the whole process of translation, including initiation, elongation and termination process. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് the machinery responsible for the translation process. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെഷീനറീസ് നമുക്ക് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ messenger RNA, mRNA. Then the second one transfer RNA, tRNA. Then third one synthetases enzyme, tRNA synthetases enzyme, and the fourth one is ribosomes. These are the four important complexes or machineries required for the smooth conversion of the mRNA into proteins. mRNA കോഡ് ചെയ്തിട്ടുള്ള ന്യൂക്ലിയോടൈഡിൽ കോഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസിനെ പ്രോട്ടീനിൻ്റെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ് mRNA, tRNA, സിന്തറ്റൈസസ്, റൈബോസോം along with a huge number of proteins. ഇതുമായി അസോസിയേറ്റ് ചെയ്ത കുറേ പ്രോട്ടീൻസും ഈ പ്രോസസ്സിന് വരണം. ഇതിൽ നമുക്ക് ഓരോരോ ആൾക്കാരെ നോക്കാം. ഫസ്റ്റ് we will be discussing about mRNA. The information for the synthesis of protein is represented in a triple letter codon. മൂന്ന് ന്യൂക്ലിയോടൈഡ് കമ്പൈൻ ചെയ്യുന്ന സ്പെസിഫിക് കോഡോൺസ് ആണ് പ്രോട്ടീൻ സിന്തസിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലുള്ള പല കോഡോൺസ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഹോൾ പ്രോട്ടീൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 letter കോഡ് റെപ്രസെൻറ്റ്സ് ആൻ അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ 3 letter എന്താ പറയുക കോഡോൺ ആയിരിക്കും. 3 letter ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദി പ്രോട്ടീൻ കോഡിംഗ് റീജിയൻ ഓഫ് mRNA ഈസ് റെപ്രസെൻറ്റഡ് ബൈ നോൺ ഓവർലാപ്പിംഗ് കോണ്ടിഗ്യുവസ് regions of codons called as open reading frame. ഇത് നോൺ ഓവർലാപ്പിംഗ് ആയിരിക്കണം, കോണ്ടിഗ്യുവസ് ആയിരിക്കണം. അങ്ങനെയുള്ള റീജിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ഓപ്പൺ റീഡിംഗ് ഫ്രെയിം. അപ്പോൾ ഓപ്പൺ റീഡിംഗ് ഫ്രെയിമാണ് ആക്ച്വലി നമ്മൾ മെഷീനറി ഇരുന്നുകൊണ്ട് അതിനെ ഡീകോഡ് ചെയ്തുകൊണ്ട് പ്രോട്ടീൻ്റെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. സോ ഈച്ച് ഓപ്പൺ റീഡിംഗ് ഫ്രെയിം റെപ്രസെൻറ്റ്സ് എ പ്രോട്ടീൻ. ഓരോ ഓപ്പൺ റീഡിംഗ് ഫ്രെയിമും റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രോട്ടീനാണ്. In the case of eukaryotes, whereas in the case of prokaryotes the definition may change because their translational coupling has been observed in the case of prokaryotes. Prokaryotes കേസിൽ നമുക്ക് ഒരു ORF ഒരു പ്രോട്ടീനെയാണ് സിന്തസൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്രോട്ടീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ പോളിസിസ്റ്റോണിക് കണ്ടീഷൻസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ യൂകാരിയോട്സിൻ്റെ കേസിലാണെങ്കിൽ മോണോസിസ്റ്റോണിക് കണ്ടീഷനേ ഉള്ളൂ. The protein coding region of mRNA constitutes of non-overlapping contiguous region of codons. Non-overlapping ആയിട്ടുള്ള contiguous ആയിട്ടുള്ള കുറേ കോഡോൺസ് ചേർന്നതാണ് the protein coding region of mRNA. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ORF എന്നാണ്, അല്ലെങ്കിൽ ഓപ്പൺ റീഡിംഗ് ഫ്രെയിം. ORF എന്ന് പറയുന്നപ്പോൾ എന്താണ്? കോണ്ടിഗ്യുവസ് നോൺ ഓവർലാപ്പിംഗ് segment developed of several codons. Contiguous non-overlapping region formed of several codons can be called as ORF. Each ORF constitutes a single protein and they begins from internal site and also ends at internal sites of the mRNA. ഓരോ ORFും തുടങ്ങുന്നത് ഇന്റേണൽ സൈറ്റിൽ നിന്നാണ്. ഓരോ ORFും ഓപ്പൺ റീഡിംഗ് ഫ്രെയിമും ഓരോ പ്രോട്ടീനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രോട്ടീനെയാണ് അവർ സൂചിപ്പിക്കുന്നത്. ഓരോ ഓപ്പൺ റീഡിംഗ് ഫ്രെയിമും അത് ബിഗിൻ ചെയ്യുന്നത് ഇന്റേണൽ സ്റ്റാർട്ട് സൈറ്റിലും എൻഡ് ചെയ്യുന്നത് ഇന്റേണൽ ടെർമിനേഷൻ സൈറ്റിലോ അല്ലെങ്കിൽ സ്റ്റോപ്പ് സൈറ്റിലോ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ORFിന് ഒരു സ്പെസിഫിസിറ്റി ഉണ്ട്. ORF സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ബിഗിനിങ്ങിനെയും എൻഡിനെയും സ്പെസിഫൈ ചെയ്യണം. ഒരു സ്പെസിഫിക് സ്റ്റാർട്ട് കോഡോണിലാണ് അത് തുടങ്ങുന്നത്, ഒരു സ്പെസിഫിക് സ്റ്റോപ്പ് കോഡോണിലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. ഇൻ ദി കേസ് ഓഫ് ബാക്ടീരിയ, ട്രാൻസ്ലേഷൻ ബിഗിൻസ് ഫ്രം എ സ്റ്റാർട്ട് കോഡോൺ, നെയിംലി AUG. AUG is the start codon in the case of bacteria. Also,
another codons like GUG, UUG can also be observed with bacteria. Bacteria case AUG മാത്രമല്ല പകരം start codon ആയിട്ട് they have GUG, UUG, etc. ഇത്തരം സ്റ്റാർട്ട് കോഡോൺസും ബാക്ടീരിയയുടെ കേസിൽ ഒബ്സർവ് ചെയ്യും. പക്ഷേ യൂക്കാരിയോട്സിന്റെ കേസിലാണ് they only have a single start codon AUG. In all condition, eukaryotes follow this particular rule in which they have this specific AUG as their start codon. ഈ 3 ന്യൂക്ലിയോടൈഡ് ചേരുന്ന കോഡോൺ ആയിരിക്കും എപ്പോഴും യൂക്കാരിയോട്സിന്റെ കേസിൽ സ്റ്റാർട്ട് കോഡോൺ. ബാക്ടീരിയയുടെ കേസിലാണെങ്കിൽ അത് AUG ആണ് കൂടുതൽ സമയം കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ കണ്ടീഷനിൽ നമുക്ക് AUG എന്ന് പറയാമെങ്കിൽ കൂടെ GUGയും UUG പോലുള്ള സ്റ്റാർട്ട് കോഡോൺസും ഒബ്സർവ് ചെയ്യുന്നുണ്ട് പ്രോകാരിയോട്സിന്റെ കേസിൽ. യൂക്കാരിയോട്സിന്റെ കേസിലാണെങ്കിൽ AUG മാത്രമേ ഉള്ളൂ. ഇതാണ് ഒരു കാര്യം. സെക്കൻഡ് വൺ, എൻഡിങ് പ്രോസസ്, ടെർമിനേഷൻ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ. ഒരു ORFന്റെ എൻഡ് എന്ന് പറയുന്നത് MRNയുടെ എൻഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഒരു ORFന്റെ തുടക്കം അല്ലെങ്കിൽ ബിഗിനിങ് എന്ന് പറയുന്നത് അത് MRNയുടെ തുടക്കമാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ദിസ് ഈസ് ദ ഇന്റേണൽ സൈറ്റ്, MRNയുടെ ഇന്റേണൽ സൈറ്റ് ആണ്. സപ്പോസ് ദിസ് ഈസ് ദി mRNA and this suppose this is the 5' end and this is the 3' end. 5' എൻഡിൽ ഇവിടെയൊക്കെ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, ഇവിടെയൊക്കെ നമ്മുടെ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. പക്ഷേ ORF സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ AUG. ഫ്രം ഹിയർ ഇറ്റ് ബിഗിൻസ് ആൻഡ് എൻഡ് ചെയ്യുന്നത് ഇറ്റ് റിക്വയർസ് എ സ്റ്റോപ്പ് കോഡോൺ, അല്ലെങ്കിൽ 3 സ്റ്റോപ്പ് കോഡോൺസ് ആർ റെക്കഗ്നൈസ്ഡ്. 3 സ്റ്റോപ്പ് കോഡോൺസ് ആണ് നമുക്ക് ഇതുവരെ അറിയാവുന്നത്. ആൻഡ് ദ സ്റ്റോപ്പ് കോഡോൺസ് ഇൻക്ലൂഡ് UAA, most frequent, UAG and UGA. These are the 3 stop codon present in with both eukaryotes and prokaryotes. These are the 3 stop codons identified: UAA, UAG and UGA. Suppose here the stop codon is UAA. So the internal, this is the beginning of mRNA. mRNA begins from the 5' end and ends at the 3' end. But here the translation only starts from this AUG onwards. Translation start ചെയ്യുന്നത് ഈ AUG മുതലാണ്. AUG ന്ന് start ചെയ്ത translation ends at UAA, the stop codon. This is the stop codon, and this is the start codon. And the specific region of nucleotides which begin with start codon and end with stop codon can be called as open reading frame. So the beginning and end of open reading frame is different from the beginning and end of actual mRNA. ബാക്ടീരിയയുടെ കേസിലാണെങ്കിൽ സ്റ്റാർട്ട് കോഡോൺ AUG ആവാം, കൂടുതൽ കണ്ടീഷനിൽ AUG, കുറഞ്ഞ കണ്ടീഷനിൽ GUG, UUG പോലുള്ള സ്റ്റാർട്ട് കോഡോൺസും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. വേറസ് ഇതിന്റെ കേസിലാണെങ്കിൽ സ്റ്റോപ്പ് കോഡോണിന്റെ കേസിലാണെങ്കിൽ കാണുന്നത് UAA, UAG and UGA. These are the 3 stop codons present. In eukaryotes, each mRNA contains a single ORF. ഓരോ mRNA കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ORF ആണ് യൂക്കാരിയോട്സിന്റെ കേസിൽ, അല്ലെങ്കിൽ ഒരു പ്രോട്ടീനാണ് അവർ സ്പെസിഫൈ ചെയ്യുന്നത്. പക്ഷേ പ്രോകാരിയോട്ടിക് mRNA പ്രധാനമായിട്ടും പോളിസിസ്ട്രോണിക് condition. They are observed in polycistronic condition. Whereas in eukaryotes, they are always observed in monocistronic condition. ഇനി എങ്ങനെയാണ് ORF ഇഫക്റ്റീവ്ലി ഫങ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മെഷീനറി എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പ്രോകാരിയോട്സിലെ പല ORFും ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ റൂളിന് ചെറിയ ചേഞ്ച് വരികയാണ്. കാരണം ഒരു സ്റ്റോപ്പ് കോഡോണിന്റെ എൻഡിൽ ഒരു സ്റ്റാർട്ട് കോഡോൺ ബിഗിൻ ചെയ്യാണ്, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ മെഷീനറി എന്ന് പറയുമ്പോൾ റൈബോസോംസ്, മെയിൻലി റൈബോസോംസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ട് എൻഡ് ചെയ്യുന്നത് ഈ കോഡോൺ റെക്കഗ്നൈസ് ചെയ്തില്ല, സ്റ്റോപ്പ് കോഡോൺ. ആ സ്റ്റോപ്പ് കോഡോനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാർട്ട് കോഡോൺ ഉണ്ടെങ്കിലോ, ഈ സ്റ്റോപ്പ് കോഡോനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റാർട്ട് കോഡോൺ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സ്റ്റോപ്പിന് പോലെ എന്ത് നടക്കാം? ഒരു സ്റ്റാർട്ട് നടക്കാം, അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് ബാക്ടീരിയ പോളിസിസ്ട്രോണിക് mRNA ഒറ്റ സ്ട്രെച്ചിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, സപ്പോസ് ദിസ് ഈസ് ദ സ്റ്റോപ്പ് കോഡോൺ UGA. So our machinery, actually our ORF, first ORF ends in this is ORF1, first ORF ends with this UGA, the stop codon. This is nothing but the stop codon. The translation has begun from this
AUG, suppose this is a start codon AUG. Then many nucleotides are here, many number of nucleotides here, different nucleotides here. Here pala nucleotides only. This represents the ORF. And here 5 prime to this start site we have RBS sites, which is nothing but the ribosome binding site. ഇവിടെ റൈബോസോം ബൈൻഡ് ചെയ്തിട്ടാണ് റൈബോസോം എവിടെ വന്ന് നിൽക്കുന്നത്, സ്റ്റാർട്ട് കോഡോണിൽ വന്ന് അലൈൻ ചെയ്തിട്ട് ഇവിടുന്ന് ഈ ORF-നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജനറലി ദിസ് ഈസ് മോണോസിസ്റ്റോണിക് കണ്ടീഷൻ. അതായത് ഒരു AUG-ൽ തുടങ്ങി ഒരു സ്റ്റോപ്പ് കോഡോ, ഒരു സ്റ്റാർട്ട് കോഡോണിൽ തുടങ്ങി, ദിസ് ഈസ് എ സ്റ്റാർട്ട് കോഡോ, ഒരു സ്റ്റാർട്ട് കോഡോണിൽ തുടങ്ങി ഒരു സ്റ്റോപ്പ് കോഡോണിൽ പ്രോസസ്സ് എൻഡ് ആവുന്നു. മോണോസിസ്റ്റോണിക് കണ്ടീഷൻ ആൻഡ് സിന്തസിസ് ഓഫ് എ സിംഗിൾ പ്രോട്ടീൻ, സിംഗിൾ അമിനോ ആസിഡ്, സിംഗിൾ പെപ്റ്റൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ കേസിലാണെങ്കിൽ, നമ്മളുടെ പ്രോകാരിയോട്സിന്റെ കേസിലാണെങ്കിൽ ഇതിനകത്ത് ഇത് ഇവിടെ ഒന്നും എൻഡ് ചെയ്യില്ല. ഇതിനകത്ത് ഒരു ORF-ൽ ഉണ്ടാവുക മെനി ORFs ലൈക്ക് ഓപ്പറോൺസ്. ഓപ്പറോൺസിൽ അറിയാലോ, ഓപ്പറോൺസിന്റെ കേസിൽ നമുക്കറിയാം, ഓപ്പറോൺസിന്റെ കേസിലാണെങ്കിൽ അത് ബിഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പെർട്ടിക്കുലർ ജീൻസിനെയാണ് ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ZYA എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീനുകൾ, അതായത് പെർമേസിന്റെ ജീനുണ്ട്, ട്രാൻസസ്ക്ലേസിന്റെ ജീനുണ്ട്. ഇതെല്ലാം ട്രാൻസ്ക്രൈബ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒറ്റ കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്ട്രെച്ചിൽ പോളിസിസ്റ്റോണിക് ആയിട്ടാണ് ഇത് കമ്പൈൻ ചെയ്യുന്നത്. ഓപ്പറോൺ ആണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് റൈബോസോം ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. 5 പ്രൈം റൈബോസോം ബൈൻഡിങ് സൈറ്റിൽ റൈബോസോം ബൈൻഡ് ചെയ്യും. എന്നിട്ട് റൈബോസോം മെഷീനറി എന്ത് ചെയ്യും, പതിയെ ഈ mRNA ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആക്ച്വലി സ്റ്റാർട്ട് കോഡോണിൽ വന്ന് നിന്നിട്ട് പതിയെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് പ്രോസസ് എൻഡ് ചെയ്യും. ഈ സമയത്ത് പോളിപെപ്റ്റൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ബാക്ടീരിയയുടെ കേസിലാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്. അപ്പോൾ ജനറൽ കണ്ടീഷൻ ഇവിടെ വന്ന് എൻഡ് ചെയ്യേണ്ട പ്രോസസ്സാണ്. ആ സമയത്ത് ബാക്ടീരിയ എങ്ങനെയാണ് റൈബോസോമിന് ഇവിടെ എത്തുന്ന സമയത്ത് റൈബോസോം ഡിസസംബ്ലി നടക്കും. ആ ഡിസസംബ്ലി ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് ബാക്കിയുള്ള ORFs-ഉം കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ അഡിനിൻ ഇൻ ഫ്രണ്ട് ഓഫ് യുറാസിൽ. ഈ UGA-യുടെ യുറാസിലിന്റെ തൊട്ട് മുന്നിലായി ഒരു അഡിനിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കോഡോൺ റീഡ് ചെയ്യുന്ന രീതി മാറുന്നു. സി, the codon has been shifted to AUG, which is nothing but a start codon. ഇവിടെ സ്റ്റോപ്പ് ആവേണ്ട പ്രോസസ് ആക്ച്വലി ഇവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മളുടെ റൈബോസോം മെഷീനറി ഈ സംഭവത്തെ മൊത്തത്തിനെ റൈബോസോം മെഷീനറി മൊത്തം ഇത് അങ്ങ് റൈബോസോം മെഷീനറി മൊത്തം ഇതിനങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ വരികയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ പ്രോസസ്സിന് ഇവിടെ എൻഡ് ചെയ്യണം പറഞ്ഞ റൈബോസോം മെഷീനറി വരുന്ന സമയത്ത്, ഇവിടെ എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് കോഡോൺ പ്രതീക്ഷിച്ച് വരുന്ന റൈബോസോമിന് ഇവിടെ കിട്ടുന്ന വീണ്ടും ഒരു സ്റ്റാർട്ട് കോഡോൺ ആയിട്ടുള്ള AUG ആണ്, ബൈ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് അഡിനിൻ ഇൻ ഫ്രണ്ട് ഓഫ് യുറാസിൽ. സോ ദ പ്രോസസ് അഗെയിൻ ബിഗിൻ. ഇവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അത് പുതിയൊരു ORF റീഡ് ചെയ്യുന്ന പോലെ ഇങ്ങോട്ടേക്ക് എന്താ പറയുക, ന്യൂക്ലിയോടൈഡ്സ്, മെനി ന്യൂക്ലിയോടൈഡ്സ്, ഈ പ്രോസസ്സിൽ പല ന്യൂക്ലിയോടൈഡ്സിനെയും അങ്ങ് വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യും റൈബോസോം വിത്തൗട്ട് ഡിസസംബ്ലി ഫ്രം ദിസ് സിംഗപ്പൂർ. ഇതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ORF1-ന്റെ കൂട്ടത്തിൽ വി ഗെറ്റ് സി ദി സെക്കൻഡ് ORF2, രണ്ടാമത്തെ ORF, ദിസ് ഈസ് ORF1. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ 2 അല്ലെങ്കിൽ അതിലധികം ORF സിന്തസൈസ് ചെയ്യാൻ ആർക്ക് പറ്റും, റൈബോസോമിന് പറ്റും, ബൈ യൂട്ടിലൈസിങ് ദിസ് പോളിസിസ്റ്റോണിക് കണ്ടീഷൻ. പക്ഷേ യൂക്കാരിയോട്സിന്റെ കേസിലാണ് ഇങ്ങനൊരു സിസ്റ്റത്തിന് പോസിബിലിറ്റീസ് ഇല്ല. ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പല ORF ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി യൂക്കാരിയോട്ട് സിസ്റ്റത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. നൗ ഫോർ ദ ഇനീഷ്യേഷൻ ടു ഒക്കർ, ദ റൈബോസോം മസ്റ്റ് ബി റിക്രൂട്ടഡ് ടു ദി mRNA. For the recruitment of ribosome, it requires a specific sequence or site on the mRNA called as ribosome binding site, approximately 3 to 7 nucleotides upstream of the transcription start site. അതായത് നമ്മളെ AUG-ന്ന് ഏകദേശം 3 to 7 NTDs അപ്സ്ട്രീം ആയിട്ട് ഒരു സ്പെസിഫിക് സീക്വൻസ് കാണാം നമ്മളുടെ mRNA-യിൽ. ആ സീക്വൻസിൽ നമ്മൾ പറയുന്ന പേരാണ് RBS ഓർ റൈബോസോം ബൈൻഡിങ് സൈറ്റ്. ഈ RBS-ലേക്കാണ് ആക്ച്വലി റൈബോസോം റിക്രൂട്ടഡ് ആവുന്നത്. റൈബോസോം വന്ന് റിക്രൂട്ടഡ് ആവുന്നത് ഈ RBS-ലേക്കാണ്. പ്രോകാരിയോട്സിന്റെ കേസിൽ ഈ RBS-നെ പറയുന്ന മറ്റൊരു പേരാണ്
Shine-Dalgarno sequence. This RBS in prokaryotes can be called as Shine-Dalgarno sequence. നമ്മളുടെ യൂക്കാരിയോട്സിൻ്റെ കേസിലാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും? We have Kozak sequence. അതിലാണെങ്കിൽ പ്രോകാരിയോട്സിലാണെങ്കിൽ Shine-Dalgarno sequence, യൂക്കാരിയോട്സിലാണെങ്കിൽ Kozak sequence. This RBS or Shine-Dalgarno sequence helps recruit ribosome to the ORF. എല്ലാ പ്രോകാരിയോട്ടിക് ORFകളിലെയും തുടക്കത്തിൽ ഇത്തരം റൈബോസോം ബൈൻഡിങ് സൈറ്റുകൾ കാണാൻ പറ്റും. which contains specific sequence, specific consent sequence അവിടെ കാണും. ഈ പ്രോകാരിയോട്ടിക് mRNAയിൽ കാണുന്ന consent sequence എന്ന് പറയുന്നത് AGG AGG. This is the consent sequence 5 prime 3 prime consent sequence. This sequence can be called as Shine-Dalgarno sequence. അങ്ങനെ ആകുമ്പോൾ of course the റൈബോസോമിലുള്ള ഇതിന്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോംപ്ലിമെന്ററി സീക്വൻസ് എന്ന് പറയുന്നത് റൈബോസോമിൽ വരുന്ന UCC ഇങ്ങനെ ആയിരിക്കില്ലേ? UCC ആയിരിക്കും എന്താ പറയുക റൈബോസോമിൽ ഇതിന്റെ കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത് UCC ഇങ്ങനെ ആയിരിക്കും റൈബോസോമിലെ സീക്വൻസ്. ഇതിലാണെങ്കിൽ mRNAയിലാണെങ്കിൽ AGG. This is the Shine-Dalgarno sequence where ribosome binds. For the effective initiation of translation, the ribosome must be recruited to the mRNA, and the ribosomes are recruited to the prokaryotic mRNA by analyzing specific sequence upstream of the start site. And the specific sequence can be called as ribosome binding site or Shine-Dalgarno sequence. ഇതിന്റെ കൗണ്ടർ പാർട്ടായിട്ട് AGG സീക്വൻസിന്റെ കൗണ്ടർ പാർട്ടായിട്ട് നമ്മളുടെ റൈബോസോമിൽ വരുന്ന സീക്വൻസ് UCC in the direction 3 prime 5 prime ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? തിരിച്ച് നോക്കുകയാണെങ്കിൽ CCU ഇങ്ങോട്ടേക്ക് കാണിച്ചുകൊണ്ട് നമ്മൾ UCC ഒന്നും കാണിച്ചില്ല. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഡിറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് CCU 5 prime 3 prime direction. ഇതിന് കോംപ്ലിമെന്ററി സീക്വൻസ് റൈബോസോമിൽ കാണുന്നു. So Shine-Dalgarno sequence helps recruit ribosome to the ORF. Unlike the prokaryotic counterpart, eukaryotic ribosomes are recruited by using a specific modification on the mRNA. mRNAയിൽ നടന്നിട്ടുള്ള ഏതോ ഒരു സ്പെസിഫിക് മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് യൂകാരിയോട്സിന്റെ കേസിൽ റൈബോസോം റിക്രൂട്ട് ചെയ്യുന്നത്. ആ മോഡിഫിക്കേഷൻ നിങ്ങൾക്കറിയാം. ദ മോഡിഫിക്കേഷൻ ഈസ് നത്തിങ് ബട്ട് അഡീഷൻ ഓഫ് 7-methyl guanosine cap. നമ്മൾ ക്യാപ്പ് ആഡ് ചെയ്തല്ലോ. ഫസ്റ്റ് കോ ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ്. ക്യാപ്പിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ? ഒരു 5 prime ക്യാപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ക്യാപ്പ് ഈസ് നത്തിങ് ബട്ട് 7-methyl guanosine cap. ഈ ക്യാപ്പിൽ പിടിച്ചുകൊണ്ടാണ് റൈബോസോം എവിടേക്ക് വരുന്നത്? റൈബോസോമിന്റെ സ്മോൾ സബ് യൂണിറ്റ് എവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത്? യൂകാരിയോട്ടിക് mRNAയിൽ വന്ന് ബൈൻഡ് ചെയ്തത്. സോ അൺലൈക്ക് ദി പ്രോകാരിയോട്ടിക് കൗണ്ടർ പാർട്ട്, ബൈൻഡിങ് ഓഫ് റൈബോസോം ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദി RBS or ribosome binding site. Ribosome is not attached to RBS here, but ribosome binds to the eukaryotic mRNA by analyzing the 5 prime cap, 5 prime 7-methyl guanosine cap. ഈ ക്യാപ്പ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് എവിടെ ബൈൻഡ് ചെയ്യുന്നത്? യൂകാരിയോട്സിന്റെ കേസിൽ ബൈൻഡ് ചെയ്തത് 5 prime cap, 5 prime 7-methyl guanosine ക്യാപ്പ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് റൈബോസോം യൂകാരിയോട്ടിക് mRNAയിൽ ബൈൻഡ് ചെയ്യുന്നത്. പ്രോകാരിയോട്സിലാണെങ്കിൽ സ്പെസിഫിക് RBSസിലേക്കാണ് ബൈൻഡ് ചെയ്യുന്നത്, റൈബോസോം ബൈൻഡിങ് സൈറ്റിലേക്കാണ് ബൈൻഡ് ചെയ്യുന്നത്. ഇനി 2 features that enhances the translation in eukaryotic mRNA, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 1 point is presence of Kozak sequence. ഇവിടെ മറ്റെവിടെ നമ്മൾ പറഞ്ഞ RBS Shine-Dalgarno sequence ആണ്. അവിടേക്കാണ് കയറി ബൈൻഡ് ചെയ്യുന്നത് ആര്? നമ്മളുടെ റൈബോസോം. പക്ഷേ യൂകാരിയോട്സിന്റെ കേസിൽ അങ്ങനെ ഒരു ബൈൻഡിങ്ങിലെ കേസ് നടക്കുന്നില്ല. ബൈൻഡിങ് നടക്കുന്നത് 5 prime ക്യാപ്പ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ്. പക്ഷേ കൊസാക് സീക്വൻസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, സ്പെസിഫിക് കൺസെന്റ് സീക്വൻസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, it may leads to the enhancement of translation. Translation enhancement അത് സഹായിക്കുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ലേഷൻ അത് ഇന്നെവിറ്റബിൾ ആണോ ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. ഇത് മ്യൂട്ടേറ്റഡ് ആയാലും ഈ കൊസാക് സീക്വൻസ് മ്യൂട്ടേഷൻ വരികയാണെങ്കിൽ ട്രാൻസ്ലേഷൻ എഫിഷ്യൻസി കുറയും, പക്ഷേ ട്രാൻസ്ലേഷൻ നടക്കാതിരിക്കുന്നില്ല. ഓക്കെ, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് Shine-Dalgarno കൊസാക്കിന്റെ കൃത്യം കൗണ്ടർ പാർട്ടാണോ ചോദിച്ചാൽ അല്ല. അങ്ങനെ 2 സീക്വൻസ് ട്രാൻസ്ലേഷൻ ഇനീഷ്യേഷൻ്റെ പ്രോസസ്സിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നുണ്ടെന്ന് മാത്രം.
അത് പ്രോകാരിയോട്സിലാണെങ്കിൽ കൃത്യമായി റൈബോസോം ബൈൻഡ് ചെയ്യുന്നത് ആ ഷൈൻ ഡെൽ കാർണ സീക്വൻസിലാണ്. യൂക്കാരിയോട്സിലാണെങ്കിൽ വി മേക്ക് യൂസ് ഓഫ് ദിസ് Cossack sequence for the enhancement of translation. For the enhancement of translation. And the Cossack sequence is designed like we have this start codon AUG, 3 nucleotides before this AUG, nucleotide, and the third nucleotide. This nucleotide must be a purine, either adenine or guanine. ഒന്നില്ലെങ്കിൽ അഡിനിൻ ആയിരിക്കണം അല്ലെങ്കിൽ ഗുവാനിൻ ആയിരിക്കണം ഈ തേർഡ് ന്യൂക്ലിയോടൈഡ്. ആൻഡ് ദി ന്യൂക്ലിയോടൈഡ് ഫോളോയിങ് ദി സ്റ്റാർട്ട് കോഡോൺ മസ്റ്റ് ബി ഗുവാനിൻ. ഇതാണ് കണ്ടീഷൻ. എങ്ങനെയാണ് കണ്ടീഷൻ? ഞാൻ വേറൊരു കളറിൽ റെപ്രസെന്റ് ചെയ്യാം, കുറച്ചുകൂടെ ക്ലിയർ ആവും. This is the Cossack sequence in which 3 ന്യൂക്ലിയോടൈഡ് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ തേർഡ് ന്യൂക്ലിയോടൈഡ് മസ്റ്റ് ബി ഐദർ 3 ന്യൂക്ലിയോടൈഡ് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ അതായത് the third nucleotide in the 5' end must be either adenine or guanine. ഇതിൽ ഏതും ആവാം ഈ ന്യൂക്ലിയോടൈഡ്. പക്ഷെ ന്യൂക്ലിയോടൈഡ് ഫോളോയിങ് ദിസ് guanine ഓഫ് സ്റ്റാർട്ട് കോഡോണിലെ ഗുവാനിനെ ഫോളോ ചെയ്യുന്ന ന്യൂക്ലിയോടൈഡ് മസ്റ്റ് ബി ഗുവാനിൻ. ദിസ് ഈസ് ദ Cossack sequence. ട്രാൻസ്ലേഷൻ എൻഹാൻസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ പറഞ്ഞ പോലെ Cossack സീക്വൻസിന് പ്രസൻസ്. സെക്കൻഡ് പോയിന്റ് ഈസ് ദ പ്രസൻസ് ഓഫ് പോളി എ ടെയിൽ. പോളി അഡിനീൻ ടെയിലിന്റെ കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. The third modification, addition of poly A tail. This particular poly A tail also enhance the translation process. Two features which enhance the translation process: presence of Cossack sequence, this is the Cossack sequence, and the presence of poly A tail. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റുമോ 5' ക്യാപ്പ്? അത് ഒഴിവാക്കാനേ പറ്റില്ല. ദിസ് ഈസ് ഇൻഎവിറ്റബിൾ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി പ്രോസസ് ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ വിച്ച് റൈബോസോം ഇനീഷ്യലി ബൈൻഡ്സ് ടു ദിസ് 5' ക്യാപ്പ് ഓഫ് യൂക്കാരിയോട്ടിക് mRNA. യൂക്കാരിയോട്ടിക് mRNAയുടെ 5' ക്യാപ്പിൽ ബൈൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ യൂക്കാരിയോട്ടിക് റൈബോസോം റിക്രൂട്ട് ആവുന്നത്.